ഈ സുവിശേഷത്തിൽ, നീ മനസ്സ് വച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ, നീ മനസ്സ് വച്ചിരിക്കുന്ന യേശുവിന്റെ സുവിശേഷത്തിൽ നിന്ന് നിന്റെ മനസ്സിനെ മാറ്റിക്കളയാൻ ഏതോ ചില കരങ്ങൾ, ഏതോ ചില കാറ്റുകൾ, ഏതോ ചില പ്രതികൂലങ്ങൾ ഈ നാളുകളിൽ നിനക്കെതിരെ വരുന്നുണ്ട്. ഏത് കാറ്റ് വന്നാലും, ഏത് കരങ്ങൾ നിനക്കെതിരെ വന്നാലും, ഈ സുവിശേഷത്തിൽ നിന്ന് നിന്റെ മനസ്സിനെ മാറാൻ നീ വിട്ടുകൊടുക്കരുത്. പ്രശ്നങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പോരാട്ടങ്ങൾ വരട്ടെ, പല വെല്ലുവിളികൾ ജീവിതത്തിന് വരട്ടെ, ഇതൊന്നും ക്രിസ്തുവിൽ നിന്ന് നിന്റെ മനസ്സ് മാറാൻ നമ്മളാരും കൈയടിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചവരല്ല. കുറച്ച് പണം കൊടുത്തും കുറച്ച് നേർച്ചകളും കാഴ്ചകളും കൊടുത്ത് ക്രിസ്തുവിൽ വന്നവരല്ല നമ്മളെല്ലാം. മനസ്സ് രൂപാന്തരപ്പെടുത്തി, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വന്നവരാണ്. യേശു ഒരുവന്റെ ജീവിതത്തിൽ യഥാർത്ഥം വന്നാൽ അവന്റെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്നത് മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സ് തിരിയും, മനസ്സ് രൂപാന്തരപ്പെടും. ലോകത്തെ നോക്കി നിന്ന മനസ്സ്, അവൻ ലോകത്തിലേക്ക് തിരിഞ്ഞിരുന്ന മനസ്സ് നേരെ ക്രിസ്തുവിലേക്ക് തിരിയും. അതത്ര യഥാർത്ഥ മാനസാന്തരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, ക്രിസ്തുവിൽ ഉറച്ചിരിക്കുന്ന നിന്റെ മനസ്സിനെ ഈ നാളുകളിൽ ഒന്ന് ഇളക്കാൻ, അതിനെ ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയാൻ നിനക്കെതിരെ വരുന്ന ഒരു പ്രതികൂലങ്ങളെയും നീ അനുവദിക്കരുത്. നിനക്കെതിരെ വരുന്ന ഒന്നിനെയും, ഒരു വ്യക്തിയെയും, ഒരു വിഷയത്തെയും, ഒരു സാഹചര്യത്തെയും ഈ പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറ. ജീവിതത്തിനെതിരെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ നോക്കി, അതേ യേശുവിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്, അതേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇത് വിളിച്ചു പറ. ഈ വിഷയങ്ങൾക്കൊന്നിനും ക്രിസ്തുവിൽ നിന്ന് എന്നെ അടക്കി മാറ്റാം. യേശുവിൽ നിന്ന് എന്നെ മാറ്റാൻ, യേശുവിൽ നിന്ന് എന്നെ മാറ്റാൻ. പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറ. പ്രതിസന്ധികളെ നോക്കി വിളിച്ചു പറ. വിഷയങ്ങളെ നോക്കി വിളിച്ചു പറ. ഇവയ്ക്കൊന്നിനും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന്, ഈ സുവിശേഷത്തിൽ നിന്ന്, സുവിശേഷത്തിന്റെ ആത്മാവായ ക്രിസ്തു യേശുവിൽ നിന്ന്, സുവിശേഷത്തിന്റെ കാതലായ